ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗോബ്സ് വ്ലോഗ്സിൻ്റെ അനന്തർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി ക്യാബേജ് തോരൻ ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു ക്യാബേജ് ഫുള്ള് നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പകുതി ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 1.5 സവാള എടുത്തിട്ടുണ്ട്, ഒരു 6 പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് കുഴയ്ക്കാം. ഇങ്ങനെ കുഴച്ചിട്ട് വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിനിയും ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. ഇത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ക്യാബേജിൻ്റെ കൂട്ടിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് കൂട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം ഇതിനകത്ത് താഴണം. കടുകെല്ലാം താഴട്ടെ. ഈ തോരൻ അല്ലെങ്കിലും ക്യാബേജ് തോരൻ, ബീട്രൂട്ട് തോരൻ, ഇതൊക്കെ വെളിച്ചെണ്ണയിൽ വെക്കുന്നതാണ് ടേസ്റ്റ്. കാണാൻ കളർഫുൾ. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കാം, കുറവാണെന്ന് തോന്നുവാണെങ്കിൽ. ലേശം മഞ്ഞൾ നമ്മൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തോരൻ്റെ ആ ഒരു കളർ കിട്ടിയിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്. പിന്നെ അത് വേറൊന്നും ഇനി ചേർക്കാനില്ല. ഇത് വെന്ത് ഇട്ടാൽ അത്രയേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ ഇറക്കുന്ന ടൈമിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വളരെ എളുപ്പമല്ലേ. ക്യാബേജ് തോരൻ ഇതാകുമ്പോൾ നല്ല സ്മെല്ലാണ്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ കാണാം. തോരൻ എന്താ അവസ്ഥയെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഫൈനലി ഇത് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കിയിട്ടില്ല, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം പാകത്തിനാണ്, അടിപൊളിയാണ്. വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ഫ്രം ഗോപിക.